മലയാളികളുടെ വികാരമായി മാറിയ ഒരു പ്രഭാത ഭക്ഷണം നമ്മുടെ സ്വന്തം പുട്ടും കടലയും. ഒരു തുമ്മല വെട്ടി അതിൽ ആവി പറക്കുന്ന പുട്ടും ചൂട് പറക്കുന്ന കടലയും. ഇന്നത്തെ സ്പെഷ്യൽ കടല റോസ്റ്റ്. 250 ഗ്രാം കറുത്ത കടല എടുക്കുക. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. പിറ്റേന്ന് രാവിലെ അത് കുതിർന്നിരിക്കും. അപ്പോൾ അതിനെ എടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് അതിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കുക്കറിൽ 5 വിസിലടിക്കുക. അപ്പോൾ നമ്മുടെ കടലയുടെ പാർട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഗ്രേവിക്കായിട്ട് 3 മീഡിയം സൈസ് സവോള, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ഇവയെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളിയെടുത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തിട്ടു. അതിൻ്റെ മൂപ്പ് മീൻസ് അത് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ അതൊന്ന് വഴറ്റി അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സവോള ഇട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തക്കാളി ഇടുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പാകത്തിന് ആ കളർ വരുമ്പോൾ വഴറ്റി മാറ്റുക. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കുക. കാരണം ഇത് നമ്മൾ പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. മെയിൻ ഏരിയയിലേക്ക് കിടക്കുകയാണ്. വീണ്ടും ഉരുളിയിൽ നമ്മൾ എണ്ണ ഒഴിക്കുക, കടുതാളിക്കുക, വറ്റൽമുളക് അതിൻ്റെ കൂടെയുള്ള തന്നെ വറ്റൽമുളക് ഇടുക, കറിവേപ്പില, തേങ്ങാക്കൊത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 4 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്. ഈ പാകത്തിന് പൊടികളെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അപ്പോൾ ഒരു മണമൊക്കെ കിട്ടി തുടങ്ങും. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് കുട്ടപ്പനാകുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് കണക്കാവും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല എടുത്ത് ഇട്ട് കൊടുക്കുക. കടല വേവിച്ച് വെള്ളം ബാക്കി കുക്കറിലുണ്ടാവും. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യാനുസരണം അത് ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഇത് തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പ് നോക്കി അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കസൂരിമേത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഫ്ലേവറും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നാരങ്ങാനീര് ഒരു പകുതി നാരങ്ങയുടെ നീര് കുരു കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് തിളച്ച് വരുമ്പോൾ ആ ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ ആവശ്യാനുസരണം ആവുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഹലോ ഗൈസ്, നമ്മുടെ പുട്ടും തവയും തയ്യാറായിരിക്കുന്നു.